കഴിച്ചിട്ടില്ല. 2 പ്രാവശ്യം. പിന്നെ 2 പേരെ കിട്ടി. പിന്നെ സെയിം പിച്ചെന്ന് പറഞ്ഞു. രണ്ടാമത് ഇത് ചോദിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ അത് അങ്ങ് ബ്ലോക്ക് ചെയ്ത്. അല്ല മാഷെ, എന്റെ ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിലേ, ഞാൻ ആദ്യം കല്യാണം കഴിച്ചത് നമ്മുടെ രാജു എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ്. ഈ രാജു ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് ഉറക്കമാണ്. നമുക്കിത് പറ്റത്തില്ലല്ലോ. ഈ എപ്പോഴും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകത്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനെ അങ്ങ് ഉപേക്ഷിച്ചു. രണ്ടാമത് ഞാനത് ചെല്ലപ്പൻ പിള്ള എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഉറങ്ങത്തില്ല, എപ്പോഴും ഉണർന്നിരിക്കും. പക്ഷെ പുള്ളിക്കൊന്നും അറിയില്ല. അറിയാവുന്നവരാണെങ്കിൽ ഉറങ്ങുകയും ചെയ്യുന്നല്ലേ, അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. അല്ല, ഞാനത് ഓരോരുത്തർക്കും ജീവിത സാഹചര്യത്തെ അങ്ങനെയല്ലേ. അല്ല, ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ, ഈ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അതെ. മാർക്കോണി ബൾബ് കണ്ടുപിടിച്ചു. ഭരതം മാഷ് എന്റെ വീട് കണ്ടുപിടിച്ചു. നിങ്ങൾ എന്താ ഈ പറഞ്ഞേ? മാർക്കോണി ബൾബ് കണ്ടുപിടിച്ചു? ഞാൻ അതാണോ പഠിപ്പിക്കുന്നത്? മാർക്കോണി ബൾബാണോ കണ്ടുപിടിക്കുന്നത്? മാർക്കോണി കണ്ടുപിടിച്ചത് എന്താ? മാർക്കോണി കണ്ടുപിടിച്ചത് എന്താ? റേഡിയോ ആണ് മാർക്കോണി കണ്ടുപിടിച്ചത്. ഞാനത് പറയരുത്. നിങ്ങൾ ഈ പറയണ വർത്താനം കേട്ടോ തോന്നുന്നു ഇവിടുന്നാണ് എല്ലാം കൂടെ അവര് കണ്ടുപിടിച്ചോണ്ട് പോയത്. ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു. അത് എന്തോ വർത്താനമാണെന്ന് പറയുന്നത്. മാർക്കോണി ബൾബോ? അടുക്കളയിലൊക്കെ തകർന്നു വീണ്. അയ്യോ, എന്തോ സംഭവം മാഷേ? താണ്ടെ ഈ അടുക്കളക്കകത്ത് ആരാണ്ട് ഓട് പൊളിച്ച് താഴത്ത് വന്ന് വീട് കിടക്കുന്നത്. ആരടാ വാതിൽ ഉറക്കുന്ന വീടിന്റെ മോളിൽ കയറി ഓട് പൊളിച്ചിറങ്ങിയത്? എടാ, നീ കള്ളനാണ്. നീ കള്ളനാണ്. നിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കള്ളനാണ്. അയ്യോ, ഞാൻ കള്ളനല്ലെന്ന്. പിന്നെ ഞാൻ ഇവിടെ പാരച്ചോട്ട് വഴി കാരണം എന്നെ പാരച്ചോട്ട് വഴി. മാഷ, ഇത് കണ്ട മാഷ, വീട്ടിനകത്ത് താണ്ടെ ഓട് പൊളിച്ചിട്ട് വന്നിരിക്കുന്നത്. എന്റെ ഓടിന്റെ കാശ് തരാൻ പറ്റി ഞാൻ ഇവിടുത്തെ വിടത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. ആരെ മനസ്സിലായില്ല? മാഷ എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം മേടിക്കാനാ ഓട് വിളിച്ചിറങ്ങിയത്? അയ്യോ, മാഷ എന്നെ മനസ്സിലായില്ല. മനസ്സിലായില്ല. മാഷിനെ കളക്കാൻ ഒരു കോളേജ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഭരതം മാഷ്. പേര് സുമേഷ്. സുമേഷ് എവിടെ ആയിരുന്നു ചെറുക്കാ? നീ മനസ്സിലായില്ല അവന്. ഇംഗ്ലീഷ് ലെക്ചർ ആയിരിക്കണം. മുഴുവൻ കേട്ടാലും കണ്ടെന്നിരിക്കുന്ന ചെക്കനാവൻ, മിടുക്കൻ ചെറുക്കനാവൻ. ഇപ്പൊ എന്താണ് പരിപാടി? സാറൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. സാറിന് എന്താ തോന്നുന്നത്? ഇതെന്തോന്ന്? ഇല്ല, കൊച്ചു പിള്ളേര് പാമ്പേഴ്സ് കെട്ടിയിട്ട് പെടുത്ത് നിറച്ചോണ്ട് നടക്കൂല, അതുപോലെ തോന്നുന്നു. അല്ലാതെ പിന്നെ എന്താ തോന്നുന്നു? അയ്യോ സാറേ, അതല്ല. പിന്നെ ഞാൻ ഇതുവഴി പാരച്ചൂട്ട് വഴി കടന്നു പോകുമായിരുന്നു. അപ്പൊ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് പൊട്ടി ഞാൻ ഇവിടെ അവരെ അടുക്കളയിൽ വീണ്. അപ്പൊ ഓക്കെ, എന്തായാലും സന്തോഷമായിട്ടിരിക്കും. അല്ല സാറ് എങ്ങോട്ട് പോണു? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മഹേഷ്, ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് സാറ് എങ്ങോട്ട് പോണു? മാഷെ, എന്തായാലും ആ ശിഷ്യൻ ഇങ്ങോട്ട് വന്നില്ലേ മാഷെ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എത്ര പൊക്കത്തി പറന്നു പോയാലും, പട്ടം പോലെ പറന്നു പോയാലും, എന്റെ വിദ്യാർത്ഥികൾ നേരെ എന്റെ താഴെ വരും. പിന്നെ ചരട് എന്റെ കയ്യിലായിരിക്കും, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ മാഷ്, അപ്പൊ ഇത് ഞാൻ പോയിട്ട് വരാം. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ മാഷ്? അല്ല, എന്താ സംഭവം? ടീച്ചറമ്മ മാഷിന്റെ ഭാര്യ കണ്ടുപിടിച്ച. അനുഗ്രഹം വായിക്ക് പോരെ, അനുഗ്രഹം വായിക്കും. നന്നായി വാ കേട്ടോ, നന്നായി വാ. അപ്പൊ ഞാൻ എന്നാ അങ്ങോട്ട്? അല്ല, ഇത് ആരാന്ന് പറഞ്ഞത്? മാഷാണല്ലേ? മഹേഷിനെ വിട്ടിട്ട് ഞാൻ പോട്ടെ. അല്ല, എനിക്ക് പഠിച്ച ഒരു കാര്യം ചെയ്യട്ടെ. ഞാന് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കട്ടെ? കുടിക്കാൻ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ചൂടായിട്ട് അടുപ്പല്ലേ ഇരിപ്പോട്ടെ, അതിന്റെ മേളിൽ കയറി ഇരിക്കുന്ന എന്തെങ്കിലും മതി. കുടിക്കാൻ എന്തെങ്കിലും മതി. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും കേട്ടോ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അല്ല, ഞാൻ പറഞ്ഞു വന്ന സുമേഷേ, ഇതെങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ഇതുവഴി പാരച്ചൂട്ട് പറന്നു പോയപ്പോഴത്തേക്ക് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് ഇത് പൊട്ടി ഇടിഞ്ഞു താഴെ. ഞാൻ പറയുന്ന കാര്യം സുമേഷ് വേറെ ആരും പറയല്ലേ? ആടുത്ത് പറയില്ല. ഉറപ്പ് തന്നെ? ഉറപ്പാണ് മാഷേ. കുടിക്ക് നല്ലോണം കുടിക്ക്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അല്ലല്ല, മാഷ് ഇവിടെ നിൽക്കുന്നു. അയ്യോ, ഞാൻ എന്തൊരു ഭാഗ്യവതിയാ. ഭരതം മാഷ്, ഇപ്പൊ വന്നിരിക്കുന്ന സ്റ്റുഡന്റ്, ഞാന്. എനിക്ക് വയ്യ മാഷെ. നമ്മള് ചന്ദ്രലാലല്ലേ മാഷെ? ചന്ദ്രലാൽ ഒരു അബദ്ധം പറ്റി മാഷെ. എന്തു പറ്റി? ചന്ദ്രലാൽ ജോലി കിട്ടിയ ദിവസം ഇവൻ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന സമയത്തെ ഒരു പട്ടിയിട്ട് ഓടിച്ച് നേരെ മറ്റേ ഭർത്താവ് ഉപേക്ഷിച്ച ഗീതയില്ലേ, അവരെ വീട്ടിൽ ചെന്ന് പാത്തിരുന്നു. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് അവരുടെ തല കെട്ടി വെച്ച് കൊടുത്തു.